നമസ്കാരം, മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം. സോഷ്യൽ ലോകത്ത് വ്യത്യസ്തമായ കണ്ടന്റുകളിലൂടെയും ഫാഷൻ, ട്രാവൽ വ്ലോഗുകളിലൂടെയെല്ലാം നിരവധി ഫോളോവേഴ്സിനെ സ്വന്തമാക്കിയവരാണ് നടൻ കൃഷ്ണകുമാറിന്റെ മക്കൾ. മൂത്ത മകള് നടിയുമായ അഹാന കൃഷ്ണ മുതൽ ഇളയ മകളായ ഹൻസിക കൃഷ്ണ വരെ സമൂഹ മാധ്യമങ്ങളിൽ സജീവമാണ്. എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ ലോകത്ത് മുഴുവൻ ചർച്ചയായി മാറിയിരിക്കുന്നത് അഹാനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. സൈബർ ബുള്ളിയിങ്ങിന് എതിരെ എപ്പോഴും പ്രതികരിക്കാറുള്ളവരാണ് അഹാന കൃഷ്ണയും കുടുംബവും. എന്നാൽ ദിയും ഇഷാനിയും എല്ലാം കോളേജിൽ പഠിക്കുന്ന കാലത്ത് മറ്റ് വിദ്യാർത്ഥികളെ ബോഡി ഷേമിങ്ങും ബുള്ളിയിങ്ങും ദയാദാക്ഷിണ്യമില്ലാതെ ചെയ്തിരുന്നവരാണ് എന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്ന പെൺകുട്ടികളുടെ വെളിപ്പെടുത്തൽ. കോളേജ് ബസ്സിലെ സീറ്റിനെ ചൊല്ലി തന്നെ ദിയ ഒരുപാട് അപമാനിച്ചതായും താരപുത്രിയോടൊപ്പം കോളേജിൽ പഠിച്ചിട്ടുള്ള പെൺകുട്ടി പുറത്തുവന്ന വോയിസ് ക്ലിപ്പിൽ പറയുന്നുണ്ട്. ഡാനി സത്യൻ എന്ന യൂട്യൂബറുടെ ചാനലിലൂടെയാണ് വോയിസ് ക്ലിപ്പ് പുറത്തു വന്നിരിക്കുന്നത്. കോളേജ് അധികൃതരോട് പരാതിപ്പെട്ടതിനെ തന്റെ മുഖത്തു നോക്കി ദിയുടെ സഹോദരി അഹാന കൃഷ്ണ തെറി വിളിച്ചെന്നും പെൺകുട്ടി പറയുന്നുണ്ട്. വോയിസ് ക്ലിപ്പിൽ പെൺകുട്ടി പറയുന്നത് ഇങ്ങനെയായിരുന്നു: എന്നോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നിന്നെയൊക്കെ ആദ്യമേ പിടിച്ച് റാഗ് ചെയ്യാത്തത് കൊണ്ടാണ് സീനിയേഴ്സിനോട് നിനക്കൊന്നും ബഹുമാനമില്ലാത്തത് എന്നായിരുന്നു. നിന്നെയൊക്കെ ഞാൻ പിടിച്ച് റാഗ് ചെയ്യണമെങ്കിൽ മിനിമം സ്റ്റാൻഡേർഡ് എങ്കിലും വേണം, അല്ലെങ്കിൽ മിനിമം ലുക്ക് എങ്കിലും വേണം. അതുപോലും ഇല്ലാത്തത് കൊണ്ടാണ് പിടിച്ച് റാഗ് ചെയ്യാതിരുന്നത്. കണ്ടാലേ അറിയാം വെറും പഴമാണെന്ന്. കിഴങ്ങി ലുക്കാണ്. ഇവരെ ഒന്നും പറഞ്ഞ് കാര്യമില്ല. ഇവരുടെ വീട്ടുകാര്യം എങ്ങനെയായിരിക്കും എന്നൊക്കെയാണ് പറഞ്ഞത്. എന്തിനാണ് എന്റെ വീട്ടുകാരെ പറഞ്ഞതെന്ന് എനിക്ക് അറിയില്ല. ഒരു സീറ്റിന് വേണ്ടിയാണ് എന്റെ വീട്ടുകാരെ അടക്കം അന്ന് തെറി പറഞ്ഞത്. ആ കോളേജ് ബസ്സിൽ മിനിമം ഒരു 30 പിള്ളേരെങ്കിലും ഉണ്ടായിരിക്കണം. അത്രയും പിള്ളേരുടെ മുന്നിൽ വെച്ചാണ് എന്നെ ഇത്തരത്തിൽ അപമാനിച്ചത്. കോളേജിലേക്ക് ബസ് എത്തുന്നത് വരെ പലതും ഇതുപോലെ എന്നെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. ഞാൻ ഒന്നും തന്നെ റിയാക്ട് ചെയ്യാൻ പോയില്ല. എന്നെ തെറി പറഞ്ഞുകൊണ്ട് ഇരിക്കുകയായിരുന്നു കോളേജിൽ എത്തുന്നതുവരെ. കോളേജിൽ ചെന്ന ശേഷം ഞാൻ ഡിപ്പാർട്ട്മെന്റിൽ കംപ്ലൈന്റ് ചെയ്തു. പ്രിൻസിപ്പലിന്റെ അടുത്തും പരാതിപ്പെട്ടു. പ്രിൻസിപ്പലിനോട് പരാതി പറഞ്ഞപ്പോൾ ദിയുടെയും ഇഷാനിയുടെയും വീട്ടിലുള്ളവരെ വിളിപ്പിച്ചു. അഹാനയും അഹാനയുടെ അമ്മയും എല്ലാം കൂടിയാണ് അന്ന് വന്നത്. കോളേജിൽ വന്ന അഹാന പ്രായമായ വൈസ് പ്രിൻസിപ്പലിനോട് തട്ടിക്കയറുകയായിരുന്നു ചെയ്തത്. സാറിന് ചീത്ത പറയുകയും മര്യാദയില്ലാതെ പെരുമാറുകയും ചെയ്തു. ഞങ്ങളുടെ എല്ലാം മുന്നിൽ വെച്ച് നോക്കിയാണ് ബിച്ച് എന്ന് വിളിച്ചിട്ടാണ് അഹാന ഇറങ്ങിപ്പോയത്. സൈബർ ബുള്ളിയിങ് തെറ്റാണെന്ന് പറഞ്ഞ് വീഡിയോകളും പോസ്റ്റുകളും ഇടുന്ന അഹാനയ്ക്ക് ഒരാളെ നേരിട്ട് അപമാനിക്കുന്നതും തെറി വിളിക്കുന്നതും ഇവരുടെ വീട്ടുകാരെ പറയുന്നതും തെറ്റാണെന്ന് അറിയില്ലേ? ബസ് സ്റ്റോപ്പിൽ നിന്നും കയറി കോളേജിൽ എത്തുന്നതുവരെ ദിയ എന്നെ പലതും പറഞ്ഞ് അപമാനിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. എന്റെ ഫോട്ടോ എന്റെ അനുവാദമില്ലാതെ എടുക്കാൻ വരെ അവർ തുടങ്ങി. അവരുടെ ഫോട്ടോ എടുത്ത് ഗ്രൂപ്പിൽ ഇടണം എന്നും എന്തോ വലിയ ആളാണെന്ന് ഇവരുടെ വിചാരം എന്നൊക്കെയായിരുന്നു ദിയ അന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. ആദ്യം സ്വന്തം സഹോദരിമാരെയാണ് അഹാന മര്യാദ പഠിപ്പിക്കേണ്ടത്. ഒപ്പം സ്വയവും അല്പം മര്യാദ പഠിക്കണം എന്നും പെൺകുട്ടി പറയുന്നുണ്ട്. പെൺകുട്ടി പറയുന്നതിൽ എത്രത്തോളം സത്യാവസ്ഥയുണ്ടെന്ന് വ്യക്തമല്ല. പക്ഷേ വോയിസ് ക്ലിപ്പിന് താഴെ ദിയുടെ ജൂനിയർമാരെ പഠിച്ചവരിൽ പലരും പെൺകുട്ടി പറയുന്നത് സത്യമാണ് എന്ന് കുറിക്കുന്നുണ്ട്. ദിയും ഇഷാനിയുമെല്ലാം തിരുവനന്തപുരത്ത് ഉപരിപഠനം നടത്തിയത്. ഡിഗ്രി പൂർത്തിയാക്കിയ ശേഷം ദിയ കണ്ടന്റ് ക്രിയേഷനിലേക്കും ബിസിനസ്സിലേക്കും ഇറങ്ങിത്തിരിക്കുകയായിരുന്നു. ഇഷാനിയും ഇപ്പോൾ ഫുൾ ടൈം കണ്ടന്റ് ക്രിയേറ്ററാണ്. അഹാന ഉപരിപഠനം നടത്തിയത് ചെന്നൈയിലായിരുന്നു. അതുപോലെ തന്നെ എല്ലാ വീട്ടിലും ഒരു അമ്മു വേണം എന്നത് ഞങ്ങൾ ആരും പറഞ്ഞ ഡയലോഗ് അല്ലെന്നാണ് കഴിഞ്ഞ ദിവസം ഇപ്പോൾ നടന്ന വിവാദങ്ങളിൽ പ്രതികരിച്ച് സംസാരിക്കവേ സിന്ധു കൃഷ്ണ പറഞ്ഞത്. ഇപ്പോൾ വലിയൊരു ഡിസ്കഷനാണ് നടക്കുന്നത്. എല്ലാ വീട്ടിലും ഒരു അമ്മു വേണോ വേണ്ടയോ എന്ന കാര്യമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് ഞങ്ങൾ ഉണ്ടാക്കിയ വേഡിംഗ് അല്ല. അമ്മു ഞങ്ങൾക്കും എനിക്കും എന്റെ മാതാപിതാക്കൾക്കും ചുറ്റുമുള്ളവർക്കും വേണ്ടി പലതും ചെയ്യുന്നത് വർഷങ്ങളായി കണ്ട പലരും അനലൈസ് ചെയ്തിട്ട് ഇങ്ങോട്ട് വന്ന പറഞ്ഞ കാര്യമാണ്. അല്ലാതെ ഞങ്ങൾ അങ്ങോട്ട് പോയി ഉണ്ടാക്കിയ മോട്ടോ ഒന്നുമല്ല. മറ്റ് വീടുകളിൽ അമ്മു വേണോ വേണ്ടയോ എന്നത് ആളുകൾക്ക് തീരുമാനിക്കാവുന്നതാണ്. പക്ഷേ എനിക്ക് എന്റെ ലൈഫിൽ ഒരു അമ്മു വേണം എന്നായിരുന്നു സിന്ധുവിന്റെ വാക്കുകൾ. എന്നാൽ സിന്ധുവിന് എല്ലാം പ്രേക്ഷകരുടെ തലയിൽ വെച്ച് കൈ കഴുകുവാൻ ആവില്ലെന്നും എല്ലാത്തിന്റെയും തുടക്കം തന്നെ സിന്ധുവിൽ നിന്നാണെന്നും പറയുകയാണ് റെഡിറ്റ് യൂസേഴ്സ്. ഒപ്പം എല്ലാ വീട്ടിലും ഒരു അമ്മു വേണം എന്ന ഡയലോഗിന്റെ ഉത്ഭവം എവിടെ നിന്നാണെന്നതിന്റെ തെളിവും റെഡിറ്റ് യൂസേഴ്സ് സിന്ധുവിനായി പോസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. ഒരു അഭിമുഖത്തിൽ പങ്കെടുക്കവെയാണ് എല്ലാവരുടെയും വീട്ടിൽ ഒരു അമ്മു വേണം എന്ന ഡയലോഗ് ആദ്യമായി സിന്ധു പറഞ്ഞിരിക്കുന്നത്. അമ്മ മകൾ എന്നതിലുപരിയായി അഹാനയും സിന്ധുവും തമ്മിൽ അതിനേക്കാൾ വലിയൊരു ആത്മബന്ധവും സൗഹൃദവുമുണ്ട്. എന്റെ എല്ലാ കണ്ടറിഞ്ഞ് ചെയ്യുന്നത് അഹാനയാണെന്ന് സിന്ധു തന്നെ പലപ്പോഴായി പരസ്യമായി പറഞ്ഞിട്ടുള്ള കാര്യവുമാണ്.
അഹാന തെറ്റ് ചെയ്താൽ പോലും തിരുത്താൻ സിന്ധു ശ്രമിക്കാറില്ലെന്നും അതിലാണ് മകൾ സ്വന്തം അമ്മയെ ചവിട്ടിത്താഴ്ത്തി സംസാരിച്ചിട്ടും അഹാനയ്ക്കൊപ്പം സിന്ധു നിൽക്കുന്നതെന്നും റെഡിറ്റിൽ ചിലർ കുറിക്കുന്നുണ്ട്. ഭർത്താവിൽ നിന്നും ലഭിക്കാത്ത സ്നേഹവും കരുതലും സിന്ധുവിന് നൽകിയത് അഹാനയാണെന്നും അതിന്റെ കൂറാണ് സിന്ധു കാണിക്കുന്നതെന്നും ചിലർ കുറിക്കുന്നുണ്ട്. സ്വന്തം അമ്മയ്ക്കെതിരെ പോരാടാൻ കൂലിഗുണ്ടയെ പോലെ അഹാനയെ സിന്ധു ഉപയോഗിക്കുന്നു. പക്ഷേ ഇതേ രീതിയിൽ തുടർന്നാൽ ഇതിനൊരു ദിവസം സിന്ധു വലിയ വില കൊടുക്കേണ്ടി വരും. ഭർത്താവിൽ നിന്ന് ആഗ്രഹിച്ചിരുന്ന അംഗീകാരവും കരുതലും സിന്ധുവിന് അഹാനയിൽ നിന്നാണ് ലഭിച്ചത് എന്ന് തോന്നുന്നു. അതിനെ അനാവശ്യമായി വലുതാക്കി മഹത്വവൽക്കരിക്കുന്നു. കോവിഡ് കാലത്തിന് മുൻപ് തിരുവനന്തപുരം ക്ലബിൽ വെച്ച് സിന്ധുവിനെയും കൃഷ്ണകുമാറിനെയും ഞാൻ കാണാൻ ഇടവന്നു. സിന്ധു ഒറ്റയ്ക്ക് ഒരിടത്ത് ഇരിക്കുകയായിരുന്നു. കൃഷ്ണകുമാർ ബാറിലേക്ക് പോയിരുന്നു. ഭക്ഷണം പോലും ഓർഡർ ചെയ്യാതെ സിന്ധു ഏറെ നേരം കാത്തിരുന്നു. ഒടുവിൽ കെ വിളിച്ചുകൊണ്ടുവരാൻ സിന്ധു ബാറിലേക്ക് പോകേണ്ടി വന്നു. തിരികെ വന്നപ്പോൾ കെ അതിയായി മദ്യലഹരിയിലായിരുന്നു. അത് കണ്ടപ്പോൾ അന്ന് സിന്ധുവിനോട് ശരിക്കും സഹതാപം തോന്നിയിരുന്നു എന്നുമായിരുന്നു ഒരാൾ പഴയൊരു ഓർമ്മ പങ്കുവച്ച് കുറിച്ചത്. നമ്മുടെയൊക്കെ കാര്യം എടുത്താൽ ജീവിതം കുഴപ്പത്തിലാകുമ്പോൾ സ്വന്തം വീട്ടുകാർ പോലും തള്ളിപ്പറയുന്ന അവസ്ഥയാണ്. തെറ്റ് ചെയ്താൽ വീട്ടിൽ നിന്ന് നല്ല ശാസനയും കിട്ടും. പക്ഷേ ഇവരുടെ കാര്യത്തിൽ അങ്ങനെയല്ല. കുടുംബാംഗത്തിന്റെ ടോക്സിക് പെരുമാറ്റത്തിന് വരെ കുടുംബാംഗങ്ങളിൽ നിന്നും എല്ലാം തന്നെ നല്ല പ്രോത്സാഹനവും പിന്തുണയുമാണ് ലഭിക്കുന്നത്. ആര് തെറ്റുകൾ പരസ്പരം ചൂണ്ടിക്കാണിക്കാറ് പോലുമില്ല. എന്നിട്ടും അവരുടെ ഇഷ്ടത്തിന് അനുസരിച്ച് ജീവിക്കുന്ന പങ്കാളികളെയും അവർക്ക് കിട്ടുന്നുണ്ട്. അത് കണ്ടപ്പോൾ എനിക്ക് അസൂയ തോന്നുന്നുണ്ടെന്നും ചിലർ കുറിക്കുന്നുണ്ട്.